നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ തസ്ലീമ, കൊച്ചിയിൽ ക്രിസ്റ്റീന, കർണാടകയിൽ മഹിമ, ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം പിടിയിലായ തസ്ലീമ എന്ന യുവതി ഓരോ നാട്ടിലും വിവിധ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തസ്ലീമയ്ക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും കൂടാതെ കർണാടകയിലും ലഹരി വിൽപ്പന സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ഈ മേഖലയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ലഹരി വിൽപ്പന നിയന്ത്രിച്ചിരുന്നത് തസ്ലീമയാണെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതോടൊപ്പം സിനിമാ മേഖലയിലും തസ്ലീമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി തസ്ലീമയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതോടൊപ്പം വ്യാജ ഐഡികളാണ് ഓരോ നാട്ടിലും ഓരോ സംസ്ഥാനങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നതും എന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഈ തസ്ലീമ സുൽത്താനെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും പിടികൂടുമ്പോൾ ഇത്രയും വലിയൊരു റാക്കറ്റിലെ പ്രധാനിയാണ് തസ്ലീമ എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. പിന്നീട് അന്വേഷണം നടത്തുമ്പോൾ ഈ എക്സൈസിന്റെ അന്വേഷണം ഇപ്പോൾ കർണാടകയിലേക്ക് വരെ നീളുന്നു. ഇവിടെ വ്യാജ പേരിൽ ഇവർ അറിയപ്പെട്ടിരുന്നു. ഈ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടിയാണോ ഈ വ്യാജ പേരുകളൊക്കെ തസ്ലീമ ഉപയോഗിച്ചിരുന്നത്? ശരണ്യ. ടോമേ, തീർച്ചയായിട്ടും. അതായത് ഈ തസ്ലീമ സുൽത്താന എന്നുള്ള തസ്ലീമ സുൽത്താൻ അവര് ദീർഘകാലമായി ഇത്തരത്തിൽ ലഹരി വിൽപ്പനയിൽ ഉള്ള സ്ത്രീയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് നമ്മൾക്ക് ഇത്രയും നാളത്തെ ഒരു അറിവ് വെച്ചിട്ട് ഇവർ ചെന്നൈയും എറണാകുളവും ഒപ്പം തന്നെ കണ്ണൂരിൽ ജനിച്ചു, ചെന്നൈയിൽ ദീർഘകാലം ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എറണാകുളത്തേക്ക് താവളം മാറ്റുന്നു, ക്രിസ്റ്റീന എന്ന പേരിൽ ഇവിടേക്ക് മാറുന്നു. എല്ലായിടങ്ങളിലും പല പേരുകൾ, പല ID കാർഡുകൾ ഉൾപ്പെടെയാണ്. നമ്മളിപ്പോൾ പുറത്തു വരുന്നത് അവര് വിവിധ ഇടങ്ങളിൽ ഉപയോഗിച്ച ID കാർഡുകളാണ്. അതായത് തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കർണാടകയിലും കേരളത്തിലും ഉപയോഗിച്ച ID കാർഡുകളാണ് നമ്മൾ പുറത്തു വിടുന്നത്. ഇതിനകത്ത് പല പേരുകളാണ്. സിനിമാ ലോകത്ത് ഇവർ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നാണെങ്കിൽ ഇവർ ബംഗളൂരുവിലല്ല, ഇവരെ കർണാടകയിൽ ഇവർ അറിയപ്പെടുന്നത് മഹിമ മധു എന്നുള്ള പേരിലാണ്. അത്തരത്തിലൊരു രൂപം ഉൾപ്പെടെ മാറിയ ഒരു ID ആണ് അവർ രൂപീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് ആ വ്യാജ ID കാർഡും ഒപ്പം തന്നെ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും ഇവര് എടുത്തിട്ടുള്ളത് കർണാടകത്തിൽ നിന്നാണ്. ഈ കർണാടകത്തിലെ ഇവരുടെ അഡ്രസ് വ്യക്തമാക്കുന്നത് മധു TB, കെയർ ഓഫ് മധു TB, ഫ്ലാറ്റ് നമ്പർ 902 E ടവർ, മാൻഡവി എമറാൾഡ് എൻഡ് പോയിന്റ് റോഡ്, മണിപ്പാൽ, ഉടുപ്പിയിലാണ് ഉടുപ്പിയിലാണ് ആ ഒരു അഡ്രസ്സ് അവര് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇവരുടെ കർണാടകയിൽ അഡ്രസ്സ്. കർണാടകയിൽ ഇവർ മഹിമ മധു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. രൂപമാകെ മാറിയിട്ടുണ്ട്, മറ്റൊരു രൂപമാണ്. ഒപ്പം തന്നെ ഒരു കർണാടക യുവതിയുടെ രൂപത്തിലുള്ള ആ ഒരു ദൃശ്യമുള്ള ID കാർഡാണ് ഉണ്ടായിരുന്നത്. ഈ ID കാർഡുകൾ ഇവർ സൂചിപ്പിക്കുന്നത് മാത്രമല്ല, ഈ ID കാർഡുകൾ ഉപയോഗിച്ച് അവർ കർണാടകത്തിലും ഫ്ലുവന്റ് ആയി കന്നഡ ഭാഷ സംസാരിക്കുന്നവരാണ്. കർണാടകത്തിലും ഇവരുടെ വലിയ റാക്കറ്റ് ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നുണ്ട്. കർണാടകത്തിലും ഇവരുടെ ഈ കേരളവും ചെന്നൈയും കൂടാതെ കർണാടകവും ഇവരുടെ മേഖല ആണ് എന്നുള്ളതാണ്. 2 ID കാർഡുകൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആധാർ കാർഡും ഒപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഇവർക്ക് ചെന്നൈയിലും അഡ്രസ് ഉണ്ട്. ചെന്നൈയിലെ അഡ്രസ് പ്രകാരം ഇവരുടെ അഡ്രസ്സിനകത്ത് വ്യക്തമാക്കുന്ന അഡ്രസ് വൈഫ് ഓഫ് സുൽത്താൻ, 4th സ്ട്രീറ്റ്, ഉലകനാഥപുരം എന്നാണ്. എണ്ണൂർ എന്നാണ് ഇവരുടെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത്. തിരുവള്ളൂരാണ് ഇവരുടെ അവിടുത്തെ സ്ഥലമായി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ അഡ്രസ്സുകളിൽ വിവിധ ID കാർഡുകളിൽ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിലാണ് ഈ തസ്ലീമ സുൽത്താന എന്ന്. നമുക്ക് ഈ തസ്ലീമ സുൽത്താന എന്നുള്ള പേര് പോലും ഔദ്യോഗികമായ പേരാണോ എന്നിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം കണ്ണൂർ ഇവർ തസ്ലീമ സുൽത്താൻ എന്ന് പറയുന്നു. ഈ സുൽത്താനെ വിവാഹം ചെയ്ത് ചെന്നൈയിലെത്തുമ്പോൾ വൈഫ് ഓഫ് സുൽത്താൻ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സുൽത്താനെ വിവാഹം ചെയ്ത് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ തസ്ലീമ സുൽത്താനായി ചെന്നൈയിൽ അറിയപ്പെടുന്നത്. തിരുവള്ളൂരിലാണ് ഇവരുടെ അവിടുത്തെ ഒരു അഡ്രസ് ഉള്ളത്. അവിടെ നിന്നും നേരെ കർണാടകത്തിലേക്ക് പോകുമ്പോൾ കർണാടകത്തിൽ ഇവർ മഹിമ മധു ആണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോൾ എക്സൈസ് പിടികൂടിയിട്ടുള്ള ഈ പ്രതി അവർ
കൃത്യമായി വലിയൊരു റാക്കറ്റിന്റെ ഭാഗമാണ് എന്നുള്ളത് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഇവർ എറണാകുളത്തെത്തിയത് വൈകിട്ട് 6 മണിക്കാണ്. വൈകിട്ട് 6 മണി മുതലാണ് ഇവർ അവിടെ നിന്നും എറണാകുളത്ത് നിന്നും ഈ നമുക്കറിയാം ഈ കഞ്ചാവിന് അവരെ സൂചിപ്പിക്കുന്നത് പുഷ് എന്നാണ്. പുഷ് എന്നും ബുഷ് എന്നും അവര് പറയാറുണ്ട്. അങ്ങനെയാണ് ആ കോഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. ആ കഞ്ചാവുമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവുമായി ഇവര് എറണാകുളത്തിൽ നിന്ന് സഞ്ചരിച്ച് ഇവിടേക്ക് എത്തുന്നത്. അവിടെ എറണാകുളത്ത് ഇവരെ പരിചയപ്പെടുത്തിയത്, അതായത് കാർ എടുക്കുന്നതിന് വേണ്ടി ഇവരെ പരിചയപ്പെടുത്തിയ ആളെ ഉൾപ്പെടെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇയാൾക്ക് ഈ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും ഒപ്പം തന്നെ കർണാടകയിലെ ID കാർഡും കൊടുത്ത് മഹിമയാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഈ റെന്റ് കാർ എടുക്കാനായി. കഞ്ചാവിന്, ഹൈബ്രിഡ് കഞ്ചാവിന് ഇവർ ഉപയോഗിച്ചിരുന്ന, തസ്ലീം ഉപയോഗിച്ചിരുന്ന പേര് പോലും പുഷ് എന്നാണ്. അങ്ങനെ 6 കിലോ പുഷ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് സുൽത്താനയുടെ ഈ മൊബൈലിലെ ചാറ്റിന്റെ വിവരങ്ങളൊക്കെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. 3 കിലോ ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് നൽകിയെന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നു. അത് ആർക്കൊക്കെയാണ് ഈ കഞ്ചാവ് കൈമാറിയത്? അത് സിനിമാ മേഖലയിലുള്ളവരുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വരുന്നു. അതോടൊപ്പം ശരണ്യ, മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി തസ്ലീമയ്ക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അത് ആരുമായിട്ടാണ് ബന്ധം? അതോടൊപ്പം ആർക്കൊക്കെയാണ് ഈ മട്ടാഞ്ചേരിയിലെ സംഘങ്ങൾക്കടക്കം ലഹരി എത്തിച്ചു നൽകുന്നത്? തസ്ലീമ എന്നാണോ ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോമെ, തസ്ലീമയുടെ പ്രധാന മാർക്കറ്റ് സമൂഹത്തിലെ ഉന്നതരും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളും ഒക്കെയാണ്. ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് എന്നുള്ളതാണ്. ഇവർക്കിടയിൽ ഇവർ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നുള്ളതാണ്. ക്രിസ്റ്റീന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദീർഘകാലമായി കൊട്ടേഷൻ രംഗത്ത്, അതായത് ഈ ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറത്തേക്ക് ഗുണ്ടാ പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നുള്ളതാണ്. ഇവർക്ക് ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിട്ടുള്ളത്, ഒരു പോക്സോ കേസ് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കേസ് ഉള്ളത് 3 ദിവസം സിനിമാ മോഹവുമായി എത്തിയ ഒരു പെൺകുട്ടിയെ മുറിയിൽ അടച്ചിട്ട് കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ അതിന് ആ പെൺകുട്ടി മൊഴി നൽകിയത് ഇവരായിരുന്നു. അതിന് എല്ലാ ഇടപാടുകളും ചെയ്തു കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ തസ്ലീമ സുൽത്താനയ്ക്കെതിരെ അത്തരത്തിലുള്ള നൊട്ടോറിയസ് ആയ നിരവധി കേസുകൾ ഉള്ള ഒരു സ്ത്രീയാണ് ഇവര്. ആ കേസിലും ഇപ്പോഴും അവര് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ക്രിസ്റ്റീന റെസിഡൻസി എന്ന എറണാകുളത്തെ സ്ഥാപനം കേന്ദ്രീകരിച്ച് കൊട്ടേഷൻ സംഘങ്ങൾ, ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകൾ, പെൺവാണിഭ സംഘങ്ങൾ എന്നിവ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ എക്സൈസിന് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം ഇവര് ചാറ്റ് പ്രകാരം 6 കിലോ പുഷ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചാറ്റിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്ക് വാഹനം എടുത്തു കൊടുത്തത് അനീഷ് കൃഷ്ണ, അതായത് ഈ ക്രിസ്റ്റീനയെ കാർ റെന്റിന് എടുക്കുന്ന ഇടത്ത് കൊണ്ടുപോയി ഇൻട്രോഡ്യൂസ് ചെയ്തത് അനീഷ് കൃഷ്ണ എന്നുള്ള ആളാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ നൽകിയ ID കാർഡുകളും ഈ പറഞ്ഞ കർണാടകയിലെ മേൽവിലാസമുള്ള മറ്റൊരു രൂപത്തിലുള്ള ക്രിസ്റ്റീനയുടെ ID കാർഡുകളായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവര് കൊച്ചിയിൽ ക്രിസ്റ്റീന എന്നുള്ള പേര്, ഈ തസ്ലീമ എന്നുള്ള പേര് കൊച്ചിയിലുള്ളവർക്ക് അറിയില്ല. ക്രിസ്റ്റീന എന്ന് തന്നെയാണ് അവർ അറിയപ്പെടുന്നത്. മാത്രമല്ല ഇവരോടൊപ്പം കൂടിയ ഫിറോസ് ഇവിടെ എത്തി, അതായത് മണ്ണഞ്ചേരിയിൽ നിന്ന് മാത്രമാണ് ഫിറോസ് ഇവരോടൊപ്പം കൂടിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഫിറോസ് ആയിരുന്നു ഇവിടുത്തെ ഇടനിലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത്. അതായത് വിദേശത്തു നിന്നാണ് ഈ എക്സൈസ് ചോദ്യം ചെയ്ത എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് ഇവർ കാര്യങ്ങളൊന്നും വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് വർഷങ്ങളായി ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. അത്രയും ബോൾഡായാണ് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ആ രീതിയിൽ ഇന്നിപ്പോ കസ്റ്റഡി അപേക്ഷ വെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫോണിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട വിവരങ്ങൾ അത് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു വൻ റാക്കറ്റിനെ സംബന്ധിച്ചുള്ള വിവരം തന്നെയാണ് കിട്ടും. കാരണം ആലപ്പുഴ എക്സൈസ് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം മുതൽ തന്നെ ഈ ഒരു ക്യാച്ച് അത് വളരെ ആരിലേക്കായിരിക്കും. കാരണം സിനിമാ മേഖലയിലുള്ളവരും മട്ടാഞ്ചേരി സംഘവുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ പുറത്തു വന്ന ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരിലേക്ക് അന്വേഷണം നീങ്ങുമോ? ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമോ ശരണ്യ?
ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള നോട്ടീസ് നൽകുമെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എക്സൈസ് നർക്കോട്ടിക്സ് സ്ക്വാഡ് CA മഹേഷ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി അടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്ക് ആ കേസ് കൈമാറിയിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് ഇനി കേസ് നോക്കുക. മാത്രമല്ല ആ സ്പോട്ടിൽ ഉൾപ്പെടെ അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്രിസ്റ്റീനെ അന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും ഇവർ ഒരു കൂസലുമില്ലാതെ അദ്ദേഹത്തോട് വെളിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഇനി ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് ലഭിക്കുന്നതാണ് എക്സൈസിന്റെ വലിയ ഒരു പ്രതീക്ഷ. കാരണം കസ്റ്റഡി കാലാവധിയിൽ പരമാവധി അന്ന് ഇവരെ പിടിക്കുന്നത് തന്നെ പുലർച്ചെയോടെയാണ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പോലീസിന് കിട്ടിയിരുന്നില്ല. പക്ഷെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ വലിയ സ്രാവുകളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ എക്സൈസിന് ഉണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ട് നടന്മാർ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവർക്ക് വേയുള്ള നോട്ടീസ് അയക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തസ്ലീമ നൽകിയിട്ടുള്ള മൊഴി. ഒപ്പം തന്നെ എറണാകുളം കേന്ദ്രീകരിച്ച് ഇവർക്ക് ലഹരി നൽകാറുണ്ട് എന്നുള്ള വിവരവും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ വെരിഫിക്കേഷൻ, അതായത് തസ്ലീമ മൊഴിയായി നൽകിയ കാര്യങ്ങളും ഈ നടന്മാരുമായി ബന്ധപ്പെട്ട സ്പോട്ട് വെരിഫിക്കേഷനും ഒക്കെ ഇനി എക്സൈസിന് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ തന്നെയും ഈ പ്രതിയെ കസ്റ്റഡിയിലേക്ക് വാങ്ങേണ്ട സാഹചര്യമുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ കുറച്ചുകൂടി ശേഖരിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ്. ചാറ്റുകൾ എന്തായാലും ഇവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ചെന്നൈയും എറണാകുളവും കേന്ദ്രീകരിച്ചാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി തസ്ലീമയ്ക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ അവർ വിവിധ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നതെന്നും അവരുടെ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം വ്യാജമാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലേക്കും എക്സൈസിന്റെ അന്വേഷണം നീളുകയാണ്. ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലാണ് പരിശോധന. ഗോകുലം ഗോപാലിനെ ED ചോദ്യം ചെയ്യുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘനം എന്നിവയിലാണ് പരിശോധന. 1000 കോടി രൂപയുടെ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം നടന്നുവെന്നാണ് ED പറയുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശും കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം നവമി ദിനേശിലേക്കാണ്. നവമി, ഈ എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ, അതായത് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടൽ ഉൾപ്പെടെ, രാഷ്ട്രീയ വേട്ടയാടലും അതുപോലെ ഇപ്പം കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെയോ വിമർശിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഇതുപോലുള്ള ആളുകളെ വേട്ടയാടുമെന്നൊക്കെ എമ്പുരാനിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ സിനിമ വിവാദമാവുകയും അത് സംഘപരിവാർ സംഘടനകൾ ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഇത്തരം ഒരു റെയ്ഡൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇത് അതിവേഗത്തിൽ തന്നെ ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിനെ കേന്ദ്രീകരിച്ച് EDയുടെ നീക്കം ഉണ്ടാകുന്നു. ഇത് പഴയ കേസിലാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ റെയ്ഡ്, അതോ പുതിയ ഏതെങ്കിലും കേസ് അദ്ദേഹത്തിനെതിരെ ചുമത്താനുള്ള നീക്കമാണോ നടക്കുന്നത്? അപ്രതീക്ഷിതമായാണ് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം ചിട്ടി ഫണ്ട് ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പരിശോധന രാവിലെ തന്നെ ആരംഭിച്ചത്. 5 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസ്, കോഴിക്കോട്ട് ഓഫീസ്, വീട്, അങ്ങനെ 5 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഈ EDയുടെ ഒരു വിശദീകരണം ഇതിൽ ലഭ്യമായിട്ടുണ്ട്. അവർ പറയുന്നത് ഇതിനു മുൻപ് തന്നെ ഗോകുലം ഗോപാലിനെതിരെ ഒരു ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുത്തിരുന്നു. അതോടൊപ്പം ഈ ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ അന്വേഷണമൊക്കെ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഗോകുലം ഗോപാലനെ ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ 2 വർഷങ്ങൾക്ക് മുൻപ് നടക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, അതായത് PMLA, ഫെമ നിയമം എന്നീ 2 വകുപ്പുകൾ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നത്. ഇത് രാജ്യത്തിനകത്ത് കള്ളപ്പണ ഇടപാട് നടത്തിയതിൽ, അതായത് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള ഒരു അന്വേഷണം, അതോടൊപ്പം തന്നെ ഫെമ നിയമം, വിദേശ നാണയ വിനിമയ ചട്ടപ്രകാരം ഏകദേശം 1000 കോടിയുടെ കള്ളപ്പണ ഇടപാട്
ഗോകുലം ഗോപാലൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നടത്തി എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അതായത് കേരളത്തിൽ നിന്നും പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നു അല്ലെങ്കിൽ പണം കൊണ്ടുപോകുന്നു. ഇത് കണക്കിൽപ്പെടാത്ത പണമാണ് അവിടെ നിക്ഷേപിക്കുന്നത് എന്നൊരു കണ്ടെത്തലാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങൾക്കിടയിൽ നിൽക്കുന്ന എമ്പുരാൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഗോകുലം ഗോപാലൻ. ആ ഒരു സാഹചര്യത്തിൽ ഈ സിനിമയുടെ ലാഭവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ കോടികൾ 200 കോടി 5 ദിവസം കൊണ്ട് തന്നെ നേടിയെന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ ഇഡിയുടെ പരിശോധന അതിനിർണായകമാണ്. ഇതിനു മുൻപ് നമുക്കറിയാം മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ ഇതുപോലെ 100 കോടി ക്ലബ്ബ് കടന്നു അല്ലെങ്കിൽ കോടികളാണ് ഈ സിനിമ കളക്ഷൻ നേടിയെന്ന തരത്തിലുള്ള വാർത്തകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇഡിയുടെ ഒരു അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇഡിയുടെ അന്വേഷണത്തിൽ പറഞ്ഞത് തമിഴ്നാട്ടിലടക്കം ഈ കോടികളാണ് ഈ സിനിമ വാരിക്കൂട്ടിയതെന്നായിരുന്നു ഈ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട റിപ്പോർട്ട്. ഇതനുസരിച്ച് ഇഡിയുടെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. പല തിയേറ്ററുകളിലും എത്തിയപ്പോൾ ഇഡി സംഘത്തിന് മനസ്സിലായത് ഇത്തരത്തിൽ പല തിയേറ്ററുകളിൽ ആള് പോലും കയറാത്ത രീതിയിലേക്ക് അതിന്റെ വരുമാനം പെരുപ്പിച്ചു കാണിക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ നിർമ്മാതാക്കളടക്കം കടന്നു എന്നായിരുന്നു. അന്ന് ഇഡി ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ എന്ന സംശയം അറിയിക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യം സിനിമാ മേഖലയിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ആരോപണങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ എമ്പുരാൻ എഫക്റ്റ് ആണോ ഈ ഗോകുലം വ്യവസായിയും സിനിമാ നിർമ്മാതാക്കളിൽ ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായ ഗോകുലം ഗോപാലിനെതിരായ നീക്കം എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഉയരുന്നത്. MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഇപ്പോഴും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയാണോ? റെയ്ഡ് അവിടെ തുടരുകയാണോ? ടോം നേരത്തെ എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരം കാര്യം എത്തിയിരുന്നു. ഇഡിയുടെ വാഹനം ഉടനെ അന്യ പെരുമ്പാവൂരിന്റെ വീട്ടിലേക്ക് എത്തും, ഒപ്പം ഗോകുലം ഗോപാലിന്റെ വീട്ടിലേക്ക് എത്തുമെന്നൊക്കെ തരത്തിലുള്ള റോഡുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് അക്ഷരം പ്രതി ശരിയാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ റെയ്ഡിനെ നമ്മൾക്ക് കാണേണ്ടത്. വടകരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലും ഈ ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും റെയ്ഡുകൾ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ആ വീട്ടിൽ താൻ ഉണ്ടാവില്ല, കോഴിക്കോട്ടേക്ക് എത്തുന്നുവെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ കോഴിക്കോട്ടെ ഈ ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 11:00 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം പ്രാഥമികമായ ചില രേഖകളൊക്കെ പരിശോധിച്ചു. ഈ ഹോട്ടലിന്റെ റിസപ്ഷനിലെത്തി അവിടുന്ന് ചില പ്രിന്റൌട്ടുകളൊക്കെ ശേഖരിച്ച ശേഷം വീണ്ടും മുകൾ നിലയിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്വകാര്യ ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ഈ ഹോട്ടലിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. എന്തായാലും അതിന്റെ ഇടയിലാണ് ഇഡി സംഘം എത്തുകയും അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ പുറത്ത് ലഭ്യമല്ലെങ്കിലും ഉദ്യോഗസ്ഥർ അകത്തുണ്ട്, ഒപ്പം ഗോകുലം ഗോപാലനും അകത്തു തന്നെയുണ്ട്. വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതിന്റെ തുടർച്ചയായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് ഇഡി വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മറുവശത്തൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ ഇത് വളർന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ഈ റെയ്ഡിന് പിന്നിൽ എന്ന് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടോം. യെസ്, റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. നവമി, എന്തായാലും ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ എമ്പുരാൻ സിനിമ വിവാദമാകുന്നു, പിന്നീട് മോഹൻലാൽ ക്ഷമ ചോദിച്ച് രംഗത്തെത്തുകയും ഈ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ വെട്ടിമാറ്റുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അതിനുശേഷവും ഈ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അത് കൃത്യമായ അജണ്ടയോടുകൂടി അല്ലെങ്കിൽ ഒരു ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ നിർദ്ദേശത്തോടു കൂടിയുള്ള ഇഡിയുടെ നീക്കമായി തന്നെ കാണേണ്ടതല്ലേ? തീർച്ചയായും ടോം, വരും ദിവസങ്ങളിൽ ആന്റണി പെരുമ്പാവൂരിന്റെയോ പൃഥ്വിരാജിന്റെയോ മോഹൻലാലിന്റെയോ ഒക്കെ വീടുകളിലോ ഓഫീസുകളിലോ ഇത്തരത്തിൽ ഇഡി റെയ്ഡ് വന്നാൽ അതിൽ നമുക്ക് ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം
ഇങ്ങനെ ഒരു അന്വേഷണം നേരത്തെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി തന്നെ ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. അത് ഇഡി പറയുന്ന വിശദീകരണം ഇതിനു മുൻപ് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോപാലനും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് സ്ഥാപനങ്ങളുമെല്ലാം ഇഡിയുടെ അന്വേഷണ പരിധിയിലും അല്ലെങ്കിൽ ഒരു റഡാറിൽ തന്നെയായിരുന്നു. അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഒരു പരിശോധന എന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന മറുപടി. പക്ഷെ അതത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഈ ഒരു സിനിമയുടെ വിവാദം കത്തി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഒരു വിമർശനം ആ സിനിമയിൽ ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, പിന്നീട് മോഹൻലാലിന്റെ ഖേദപ്രകടനം, പിന്നീട് ഈ സിനിമ എഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ ഈ അണിയറ പ്രവർത്തകരെ കൊണ്ടെത്തിച്ചതിൽ അത്രമാത്രം വിവാദങ്ങളുണ്ട്, അത്രമാത്രം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഗോപാലിന്റെ വീട്ടിലെ റെയ്ഡിനെയും അല്ലെങ്കിൽ ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലെ റെയ്ഡിനെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതും. എന്തായാലും ഗോപാലനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലോ ഒക്കെ പരിശോധന ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ചില സ്ഥാപനങ്ങളുടെ പേരുകളിലൊക്കെ വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു കടലാസിൽ ഒതുങ്ങുന്ന, അതായത് കൃത്യമായി അങ്ങനെ ഒരു സ്ഥാപനമില്ല. പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാത്രമായി അതിന്റെ ഒരു മറവിലായി പല സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന കണ്ടെത്തലൊക്കെ ഇനി നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിർമ്മാണ രംഗത്തേക്ക് ഗോപാലൻ വന്നത് തന്നെ ആയിരിക്കാം ഈ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു BJP നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് പിന്നാലെ ആയിരിക്കാം ഇഡിയുടെ ഒരു അന്വേഷണം എന്ന് തന്നെ നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ആന്റണി പെരുമ്പാവൂർ, മോഹൻലാലോ പൃഥ്വിരാജോ ഒക്കെ ഇത്തരത്തിൽ ഇഡിയുടെ അന്വേഷണത്തിന് ഇരയാകേണ്ടി വരും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ആ റെയ്ഡ് രാവിലെ ആരംഭിച്ച റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഇഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിലൊരു കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ചിട്ടി ഫണ്ടുകളിലൊക്കെ ഇല്ലെങ്കിൽ ഒരു ചിട്ടി സ്വർണം പണയം വെക്കുന്നതിനുമൊക്കെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ മറവിൽ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നുണ്ടെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളും ചില രേഖകളുമാണ് ഇപ്പോൾ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം നടന്നുവെന്നാണ് ഇഡി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപാലന്റെ ഓഫീസുകളിലും വീട്ടിലുമടക്കം റെയ്ഡ് നടക്കുന്നത്. MS അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനീഷ്, ഇതിന് മുൻപ് ഗോപാലിനെ ഇഡി ഒരു വർഷം മുൻപ് 1.5 വർഷം മുൻപ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ്. അതും സമാനമായ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ സിനിമ എമ്പുരാൻ സിനിമ ഇറങ്ങുന്നു, അത് വിവാദമാകുന്നു, ഇതിന് പിന്നാലെ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നു. ഇഡിയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും? ഗോപാലിനെ ഇതിലെ കേസ് ചുമത്തുക, അത്തരം ഒരു നീക്കം ഉണ്ടാകുമോ? അതോ ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് വരുതിയിലാക്കുക അല്ലെങ്കിൽ ഒന്ന് വിരട്ടുക, അതായിരിക്കുമോ നീക്കം? രണ്ട് തരത്തിലുള്ള നീക്കവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ചിത്രം ഇറങ്ങി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ്, അതായത് പിന്നത്തേക്ക് പോലും മാറ്റിവെക്കാതെ കൈയോടുകൂടി തന്നെ ഇഡി എത്തിയങ്ങ് പരിശോധന നടത്തിയാൽ ഇതൊരു താക്കീതാണ്. ഈ മറ്റുള്ള സിനിമാ പ്രവർത്തകർക്കടക്കം അല്ലെങ്കിൽ കേന്ദ്രത്തെ വിമർശിക്കാൻ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ വിമർശിക്കാൻ ധൈര്യം കാട്ടുന്നവർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ ഇത് കൈയോടെ കൈക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തരത്തിൽ ആണ് എന്ന് നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ വിചാരിക്കാം. നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചാൽ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന തമിഴ്നാട്ടിലെ ഒരു പ്രൊഡക്ഷൻ ഗ്രൂപ്പായിരുന്നു ഈ ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിനോടൊപ്പം ആശീർവാദിനോടൊപ്പം സഹകരിച്ച് ഈ ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങിയത്. ലൈക്ക പ്രൊഡക്ഷൻസ് ചില സാമ്പത്തിക പ്രതിസന്ധിയിലായത് കാരണം അവസാന ഘട്ടത്തിൽ ഈ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ വിതരണത്തിലടക്കമുള്ള കാര്യങ്ങൾ സഹകരിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ ഈ ലൈക്ക പ്രൊഡക്ഷൻസുമായി പരിശോധിച്ചാലും ലൈക്കയ്ക്കെതിരെയും 2-3 ഇഡി കേസുകൾ, ഈ വിദേശ നാണയവിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ ചിത്രത്തിന്റെ ഒരു ആകത്തുക അല്ലെങ്കിൽ ഈ എന്താണ് ചിത്രത്തിൽ ഉള്ളത് എന്ന് സംബന്ധിച്ച ചില വിവരങ്ങൾ അവർക്ക് ഏറ്റവും ഒടുവിൽ ഈ പൂർണ്ണ രീതിയിൽ എത്തിയപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കാം. അതുകൊണ്ട് കേന്ദ്ര
അദ്ദേഹത്തെ വീണ്ടും ചൊടിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ED വീണ്ടും ക്ഷണിച്ചു വരുത്തേണ്ടതില്ല എന്നൊരു നിലപാടിലാവാം ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ആ സിനിമയിൽ നിന്നും പിന്മാറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പിന്നീട് വളരെ പെട്ടെന്ന് ആണ് ഗോകുലം ഗോപാലൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഗോകുലം ഗോപാലൻ ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഈ ചിത്രത്തിന്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ വ്യക്തമായൊരു ചിത്രം അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൃഥ്വിരാജ് എന്ന സംവിധായകനെയും മോഹൻലാൽ എന്ന നടനെയും വിശ്വസിച്ചു. പ്രത്യേകിച്ചും മോഹൻലാലിനോടുള്ള സൗഹൃദം മൂലമാണ് അവസാന ഘട്ടത്തിൽ താൻ ഈ സിനിമയുടെ ഭാഗമായി മാറിയതെന്ന് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയിരുന്നു. അത് ഈ വിവാദങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം തന്റെ ഭാഗം വിശദീകരിച്ചു. കാരണം ഇതൊരു വലിയ വിവാദമായി മാറുന്നു. ഒപ്പം ഈ സംഘപരിവാർ സംഘടനകൾ കടുത്ത വിമർശനം ഈ സിനിമയ്ക്ക് നേരെ ഉയർത്തുമ്പോൾ മറ്റ് ആളുകളെ പോലുള്ള മോഹൻലാലിനെയോ പൃഥ്വിരാജിനെയോ ആന്റണി പെരുമ്പാവൂരിനെ പോലെ അല്ല, ശതകോടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ സാമ്പത്തിക ഇടപാടുകൾ, ചിട്ടി വ്യാപാരമുണ്ട്, അദ്ദേഹത്തിന് ഹോട്ടൽ ശൃംഖലയുണ്ട്, ചാനലുകളിൽ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശമുണ്ട്, അങ്ങനെ നിരവധി ഇടങ്ങളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് EDയോ മറ്റ് കേന്ദ്ര ഏജൻസികളോ കടന്നു കയറിയാൽ അത് വലിയ ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയിക്കുകയും ചെയ്യാം. ടോം നേരത്തെ സൂചിപ്പിച്ചത് 2023 ഇതിനു മുമ്പ് കൊച്ചിയിലെ ED ആസ്ഥാനത്ത് വിളിച്ച് വരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വിട്ടു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 1.5 വർഷമായി ഇതേക്കുറിച്ച് കാര്യമായ ഒരു അനക്കമില്ലാതിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുടർ നടപടികൾ കൈക്കൊണ്ടതായി അറിയില്ലായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തതിന് തൊട്ടു പിന്നാലെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും എതിർപ്പ് വരുന്നു. ഈ ചിത്രം വീണ്ടും റീഎഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നു. പക്ഷേ ഈ എതിർപ്പുകൾക്കപ്പുറം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സമകാലീന ചിത്രങ്ങളിൽ ഒന്നായി എമ്പുരാൻ മാറുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ 200 കോടി ക്ലബിലേക്ക് എത്തുന്നു. മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായി ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചിത്രം മാറുന്നു. ഇപ്പോഴും ഈ എഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിച്ച ശേഷവും തിയേറ്ററുകളിലെ ആളുടെ വരവിന് അല്ലെങ്കിൽ ഈ ഇടിച്ചു തള്ളി വരുന്ന ആളുകൾക്ക് ഒരു കുറവുമില്ല. ഹൗസ്ഫുൾ ഷോകളാണ് ഇപ്പോഴും പല സെന്ററുകളിലും സിനിമ തുടരുന്നു. ഒരേ നഗരത്തിൽ തന്നെ 10-15 സെന്ററുകളിലാണ് ഇപ്പോഴും ഈ ചിത്രം കളിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും അസ്വസ്ഥമാക്കുന്ന ഒരു സിനിമയെ ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പൊടിതെറ്റി പഴയ 2023 കേസെടുത്ത് വീണ്ടും അദ്ദേഹത്തെ ഒന്ന് വിരട്ടാം എന്ന് തന്നെ കരുതിയിരിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കം പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും നേരത്തെ നവമി പറഞ്ഞതുപോലെ ഒരു ഈ വിദേശ നാണയ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട നേരത്തെ എടുത്ത കേസ് മാത്രമല്ല, മറിച്ച് കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ്. ഈ ചിത്രത്തിനകത്തെ നായികയ്ക്ക് ഒരു പൊതുയോഗത്തിൽ അവർ പ്രസംഗിക്കുമ്പോൾ അവരെ കൊണ്ടുപോകുമ്പോൾ അവർക്കെതിരെ എടുത്ത കേസ് എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന PMLA ആണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് സാധാരണ പല നേതാക്കൾക്കെതിരെയും ഈ പ്രതിപക്ഷത്തുള്ള പല നേതാക്കൾക്കെതിരെയും എടുത്ത ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് ED ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നു എന്ന ആക്ഷേപം വളരെ നാളുകളായി തന്നെ ഈ പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. പ്രതിപക്ഷത്തുള്ള എമ്പുരാന് കൊടുത്ത പണിയായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്തായാലും ഗോകുലം ഗോപാലന്റെ വിവിധ ഓഫീസുകളിലും കോഴിക്കോട് വീട്ടിലും അടക്കം റെയ്ഡ് നടത്തുകയാണ്. ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. എന്തായിരിക്കും ഇനി EDയുടെ നീക്കം എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി തിരുവനന്തപുരത്ത് പിടിയിൽ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി തിരുവനന്തപുരത്ത് പിടിയിൽ. SFI നേതാവ് ആദർശിനെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നാണ് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴക്കൂട്ടം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കരുതൽ തടങ്കലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, നേരത്തെ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയുടെ CPM ബന്ധമടക്കം പുറത്തു വന്നതാണ്. അതിനുശേഷം പാർട്ടി അയാളെ പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഈ അർജുൻ ആയങ്കിയെ ലക്ഷ്യമിട്ടായിരുന്നോ പോലീസ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത്? നിലവിൽ കരുതൽ തടങ്കലാണെന്ന് പറയുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ? SFI പ്രവർത്തകനായ ആദർശിനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴക്കൂട്ടം പോലീസ് വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് വളരെ അപ്രതീക്ഷിതമായി അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു എന്ന വിവരമാണ് കഴക്കൂട്ടം പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. പ്രിവെന്റീവ് അറസ്റ്റ് എന്ന പേരിലാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. നേരത്തെ തന്നെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതി കൂടിയാണ് അർജുൻ ആയങ്കി. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്താനിടയായ സാഹചര്യം, കഴക്കൂട്ടത്ത് ഈ ആദർശിന്റെ വീട്ടിലേക്ക് എത്താനിടയായ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി എത്തിയതാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ ഇവിടേക്ക് എത്തിയതാണോ? ഈ കാര്യങ്ങളൊക്കെ വിശദമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും കരുതൽ തടങ്കൽ എന്ന വണ്ണമാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ പോലീസ്
തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നതെന്ന വിവരം മാത്രമാണ് ഔദ്യോഗികമായി പങ്കുവെക്കുന്നത്. യെസ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ഡാൻ, നിലവിൽ ഈ SFI നേതാവ് ആദർശൻ, അതായത് ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തിയാണ് ഈ ആദർശ്. ഈ ആദർശും ഈ അർജുൻ ആയങ്കി തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് അർജുൻ ആയങ്കി തിരുവനന്തപുരത്ത് എത്തിയത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതുവരെ ഒരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് അർജുൻ ആയങ്കി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത് വിശദമായി ആദർശനെയും അതോടൊപ്പം അർജുനെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന സൂചന. മാത്രവുമല്ല, ഇത് അർജുൻ ആയങ്കി നിരവധി വിവാദ കേസുകളിൽ പെട്ടിട്ടുള്ള ഒരാളായതിനാൽ കൃത്യമായി അന്വേഷണം നടത്തി മാത്രമേ ഈ കാര്യങ്ങളിൽ ഒരു മറുപടി നൽകാൻ കഴിയൂ എന്നൊരു നിലപാടിലാണ് പോലീസും ഉള്ളത്. എന്തായാലും പ്രിവെന്റീവ് അറസ്റ്റ് എന്ന് പറയുമ്പോഴും അർജുൻ ആയങ്കിയെ കൃത്യമായൊരു ബോധ്യത്തോടെ തന്നെയാണ്, അതായത് ഇവിടേക്ക് എത്തിയത് എന്തോ ഒരു ലക്ഷ്യത്തോടെയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതെന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ ആയങ്കി തലസ്ഥാനത്ത് പലപ്പോഴും കഴക്കൂട്ടം മേഖലയിൽ, തുമ്പ കഴക്കൂട്ടം മേഖലയിൽ വന്നു പോകാറുണ്ടായിരുന്നു എന്ന സൂചന പോലീസിന് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും സമാനമായ തരത്തിൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണ് ആദർശനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി അർജുൻ പോലീസിന്റെ പിടിയിലായതെന്ന വിവരമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. തീർച്ചയായും ഡാൻ, ഈ അടുത്തിടെ പുറത്തു വന്ന വിവരമായി, കാരണം ഈ കേരളത്തിൽ തന്നെ ഇപ്പം ഗുണ്ടകളുടെ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു വലിയ നിയന്ത്രണമുള്ള നഗരമായി തിരുവനന്തപുരം, അതോടൊപ്പം ഈ പരിസര പ്രദേശങ്ങളൊക്കെ മാറുന്നുണ്ട്. നിരവധി കൊട്ടേഷൻ കൊലപാതകങ്ങൾ, ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു, ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ തിരുവനന്തപുരത്തുള്ള ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളുമായി അർജുൻ ആയങ്കിക്ക് വലിയ രീതിയിലുള്ള ബന്ധമുണ്ടോ? കാരണം ഒരു ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് വന്നതാണ്, താൻ തിരുവനന്തപുരത്ത് എത്തിയതാണെന്ന് പറയുമ്പോൾ പോലും അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു ഗുണ്ടാ ഓപ്പറേഷനുകൾ അയാളുടെ വരവിന് പിന്നിൽ പോലീസ് സംശയിക്കുന്നുണ്ടോ? ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രം വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അറസ്റ്റ് അല്പസമയം മുമ്പാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവിടേക്ക് എത്താനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ തുടർച്ചയായി ഇവിടേക്ക് ഇങ്ങനെ വന്നു പോകാറുണ്ടായിരുന്നു. കഴക്കൂട്ടം, തുമ്പ മേഖലകളിലേക്കാണ് അർജുൻ ആയങ്കി എത്തിയിരുന്നത് എന്നൊരു സൂചന നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ തുമ്പ പോലീസും കഴക്കൂട്ടം പോലീസും നേരത്തെയും സമാനമായ തരത്തിൽ അർജുൻ ആയങ്കിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് അപ്രതീക്ഷിതമായി ഈ ആദർശിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ അർജുൻ ആയങ്കി പിടിയിലായത് എന്ന വിവരം മാത്രമാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. യെസ്, വ്യക്തമാണ്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവിൽ നിന്നും ലഹരി പിടികൂടിയ കേസിൽ തൊണ്ടി മുതൽ മുക്കി പോലീസിന്റെ അട്ടിമറി നീക്കം. പൊക്കം ഷാജഹാന്റെ സംഘത്തിൽ നിന്ന് പിടികൂടിയ ഹാഷിഷോയിലും ലഹരി കടത്തിയ കാറുമാണ് കോടതിയെ അറിയിക്കാതെ തിരുവല്ലം പോലീസ് മുക്കിയത്. ലഹരി മാഫിയ അമർച്ച ചെയ്യാനായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഖണ്ഡിലാണ് പ്രതിയെ രക്ഷിക്കാനുള്ള പോലീസിന്റെ അട്ടിമറി നടന്നിരിക്കുന്നത്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഒരു വശത്ത് ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാനായി പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് പരിശോധനകൾ നടക്കുന്നു, ലഹരി സംഘങ്ങളെ പിടികൂടുന്നു. പക്ഷെ ഇവിടെ പൊക്കം ഷാജഹാൻ എന്ന ഗുണ്ടാ നേതാവിൽ നിന്നും ലഹരി പിടികൂടുന്നു. പക്ഷേ ആ തൊണ്ടി മുതൽ ഹാഷിഷോയിലും ലഹരി കടത്തിയ കാറും കോടതിയിൽ ഹാജരാക്കാതെ, കോടതിയെ അറിയിക്കാതെ തിരുവല്ലം പോലീസ് മുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ പ്രതിയെ രക്ഷിക്കാനുള്ള പോലീസിന്റെ അട്ടിമറി നീക്കമാണിതെന്ന് സംശയിക്കേണ്ടതല്ലേ? ഇത് ആരൊക്കെയായിരുന്നു ഈ ലഹരിയുമായി പിടികൂടിയത്? പൊക്കം ഷാജഹാനും സംഘങ്ങളുമാണോ, പോലീസും ഇവരുമായി? കാരണം ഈ ഗുണ്ടാ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി ആരുടെങ്കിലും ഇടപെടൽ ഉണ്ടായി എന്ന് സംശയിക്കണോ വിനോദ്?
ടോം, വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണ്. ഈ ലഹരി വ്യാപനം അമർച്ച ചെയ്യുന്നതിന് വേണ്ടി വലിയ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയുണ്ട്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വലിയ യോഗം വിളിക്കുകയും അവിടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, വിവിധ മേഖലകളിലുള്ള വിദഗ്ധരെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ച് വലിയ യോഗം വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് തിരുവല്ലം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര ഗുരുതരമായ ഒരു വീഴ്ച, അത് ബോധപൂർവം സംഭവിച്ചതാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ തരത്തിലാണ് ആരോപണം ഉയരുന്നത്. അതായത് ഈ പൊക്കം ഷാജഹാനും കൂട്ടാളികളും 4 പേരുടെ അറസ്റ്റാണ് ഉണ്ടായത്. വെള്ളായണിക്കടുത്ത് ഇവർ വീട് വാടകയ്ക്കെടുത്ത് അവിടെ ലഹരി പാർട്ടി നടത്തുകയായിരുന്നു. അവിടെ നിന്ന് MDMA-യും ഹാഷിഷ് ഓയിലും ഉൾപ്പെടെ പിടികൂടി. എയർ ഗൺ, 2 കാറുകൾ എന്നിവയും പിടിച്ചെടുത്തു. ആ വസ്തുവകകളുടെ കാര്യങ്ങൾ, ഈ തൊണ്ടി പിടിച്ചെടുത്ത സാധനങ്ങളുടെ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലാണ് ഗുരുതരമായ പ്രശ്നമുണ്ടായത്. അതായത് ആദ്യത്തെ മഹസറിൽ 2 കാറുള്ളതിൽ 1 കാർ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ എണ്ണം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ഹാഷിഷ് ഓയിലിൻ്റെ കാര്യം ഈ മഹസറിൽ പറഞ്ഞിരുന്നില്ല. കേസ് ഡയറിയുമായി കോടതിയിൽ പോകുമ്പോഴും ആ കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കിയിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടി എക്സൈസ് സംഘമാണ്, ഡൻസാഫാണ് ഇത് പിടിക്കുന്നത്. അവർ കൃത്യമായി ഈ വിവരം പോലീസിനെ ധരിപ്പിക്കുന്നുണ്ട്. ഈ പിടിച്ചതിൽ ഹാഷിഷ് ഓയിൽ അതില്ല എന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ 2ാമത്തെ മഹസർ തയ്യാറാക്കുന്നുണ്ട്. ആ മഹസറിലും ഈ കാറിൻ്റെ കാര്യം ഉൾപ്പെടുത്തി. എന്നാൽ ഹാഷിഷ് ഓയിലിൻ്റെ കാര്യം അവിടെയും വിട്ടുകളഞ്ഞു. അത് ബോധപൂർവം സംഭവിച്ചത് തന്നെയാണ് എന്നാണ് വിലയിരുത്തുന്നത്. കാരണം ഇത് പ്രതികൾക്ക് ജാമ്യം എളുപ്പത്തിൽ ലഭിക്കുന്നതിന് ഇടയാക്കുമെന്ന ആരോപണമാണ്. കാരണം കേസ് ദുർബലപ്പെടും. ഈ പിടികൂടിയത് ഇങ്ങനെയാണ്: 30 ഗ്രാം കഞ്ചാവ് അവിടെ നിന്ന് പിടികൂടി, 0.06 ഗ്രാം MDMA, 1.2 ഗ്രാം ഹാഷിഷ് ഓയിൽ, 65,000 രൂപ, എയർ ഗൺ എന്നിവയാണ് ഈ വെള്ളായണിയിലെ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, ഇവരുടെ ലഹരി ഉപയോഗം മാത്രമല്ല പറയുന്നത്, ലഹരിയുടെ വിൽപ്പനയുണ്ട്. അതായത് ലഹരി വ്യാപനം വലിയ തോതിൽ നടത്തുന്ന ഒരു സംഘമാണ്. നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘമാണ്. ഇങ്ങനെ ഒരു സംഘത്തെ പിടികൂടിയ ശേഷം അതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് വിട്ടുകളഞ്ഞു പോയി, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞത് അത് അബദ്ധവശാൽ സംഭവിച്ചതല്ല. കാരണം 2 തവണ മഹസർ തയ്യാറാക്കുമ്പോഴും ഈ ഹാഷിഷ് ഓയിലിൻ്റെ കാര്യം അതിൽ ഉൾപ്പെടുത്താതെ പോയത് അതൊരു വീഴ്ച, ഗുരുതരമായ വീഴ്ച, അത് ബോധപൂർവം സംഭവിച്ചത് തന്നെ എന്ന് വിലയിരുത്തുന്നു. ഏതായിരുന്നാലും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന കാര്യം അവിടെ ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഇതിനിടയിൽ ഷാജഹാൻ്റെ ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെ തന്നെ നിരപരാധിയാണ്, തന്നെ കേസിൽ പ്രതിയാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വീഡിയോയും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും ഈ സംഭവം സർക്കാരിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം നേരത്തെ ADGP ലോ ആൻഡ് ഓർഡറിൻ്റെയും എക്സൈസ് കമ്മീഷണറുടെയും ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. ആ യോഗത്തിലും സംയുക്തമായ പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ആ തരത്തിൽ 2 വിഭാഗങ്ങളും, അതായത് എക്സൈസും പോലീസും സംയുക്തമായി ഈ പരിശോധനകൾ നടത്തുകയും സംസ്ഥാനത്തു നിന്ന് പുറത്തു വരുന്ന, അതായത് ഇതിൻ്റെ ഉറവിടം തേടിപ്പോകണം എന്ന നിർദ്ദേശം കൂടിയുണ്ട്. ഈ കണ്ണികളെ മാത്രം പിടികൂടിയാൽ പോരാ, ശക്തമായ നടപടികൾ, ഈ വലയത്തിലുള്ള ആളുകളെ കൃത്യമായി പിടികൂടുക എന്ന നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ നൽകിയ ഒരു ഉറപ്പാണ് വിപുലമായ രീതിയിൽ യോഗം വിളിക്കുകയും ഇതേക്കുറിച്ച് വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും വിദഗ്ധ ഉപദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ, അതായത് സഭയോട് തന്നെ ചേർന്ന ഹാളിലാണ് ഈ യോഗം വിളിച്ചത്. നിരവധി ആളുകൾ പങ്കെടുത്തു. ഡോക്ടർമാരും രക്ഷകർത്താക്കളുടെ സംഘടനയുടെ പ്രതിനിധികളും അധ്യാപകരുടെ സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ പങ്കെടുത്ത, മനഃശാസ്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ പങ്കെടുത്ത വിപുലമായ ഒരു പരിപാടിയായിരുന്നു. അതിൽ മന്ത്രിമാർ തീർച്ചയായും അങ്ങനെയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ, ലഹരിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ് ഈ രീതിയിൽ ഒരു ഗുണ്ടാ നേതാവിൽ നിന്നും ലഹരി പിടികൂടിയ കേസിൽ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. വിനോദ്, ഒരു SI തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ രീതിയിലുള്ള അട്ടിമറി നീക്കങ്ങൾ. പക്ഷെ അങ്ങനെ ഇവിടെ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം, ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി, പൊക്കം ഷാജഹാനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമായി തന്നെ കാണേണ്ടതല്ലേ? ആരുടെയെങ്കിലും ഇടപെടലുകൾ, ഉന്നതരുടെ ഇടപെടലുകൾ ഈ നീക്കത്തിന് പിന്നിൽ സംശയിക്കണോ? ടോം, നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും ഇപ്പോൾ ഡി ഹണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള
കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ശരാശരി ഒരാഴ്ചയിൽ ഏതാണ്ട് 800-നും 1000-നും ഇടയ്ക്ക് ആളുകളുടെ അറസ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ പദ്ധതിയും പരിപാടികളും പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാമെങ്കിലും ഇതിലെ ഒരു ഗുരുതര സാഹചര്യം ഹാഷിഷ് ഓയിൽ പോലുള്ള ഒരു കാര്യം പിടിച്ചിട്ട് ലഹരി പദാർത്ഥം പിടികൂടിയിട്ട് 2 തവണ മഹസർ തയ്യാറാക്കുമ്പോഴും അതിൽ ഈ ഹാഷിഷ് ഓയിലിൻ്റെ കാര്യം വരുന്നില്ല എന്നത് അത് നിസ്സാരമായി കാണുക വയ്യ. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ കൂടി ഒരുപക്ഷെ കുറച്ച് പോലീസുകാരെങ്കിലും ഇങ്ങനെ ലഹരി സംഘങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥൻ്റെ വിശദീകരണം കേൾക്കണം. ഇതിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയുന്നുണ്ട്. ചെറിയ അളവായതുകൊണ്ട് അത് എഴുതാതെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊരു ന്യായീകരണമായി ഒറ്റ നോട്ടത്തിൽ തോന്നുന്നില്ല. കാരണം ഹാഷിഷ് ഓയിൽ പിടികൂടുകയും അത് കൃത്യമായി ആ പിടികൂടിയ സംഘം ഡാൻസാഫിൻ്റെ ആളുകൾ പോലീസിന് കൈമാറുകയും ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ അളവ് കുറവോ കൂടുതലോ എന്നതല്ല, ആ പിടികൂടിയ ലഹരി വസ്തുവിൻ്റെ കാര്യം ഇതിൽ മഹസറിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് 2 പ്രാവശ്യം ഈ മഹസർ തയ്യാറാക്കിയിട്ടും അത് ഉണ്ടായില്ല എന്നതാണ്. അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. ഏതായിരുന്നാലും ഇതേക്കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അവസ്ഥ, പല വീടുകളിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മാതാപിതാക്കളെയൊക്കെ ഉപദ്രവിക്കുന്ന, വയസ്സായ ആളുകളെ ഉപദ്രവിക്കുന്ന തരത്തിലൊക്കെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്ന സംഭവങ്ങൾ സിനിമാ ലോകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഇടപാടുകൾ, അതിൻ്റെ ഒരു കണ്ണി പിടിയിലായ സംഭവം, അങ്ങനെയൊക്കെ വിവിധ വാർത്തകൾ പുറത്തു വരികയാണ് വ്യാപകമായി. 2 കോടിയുടെയും അതിന് മുകളിലുമൊക്കെ ലഹരി വസ്തുക്കൾ MDMAയും കഞ്ചാവും ഒക്കെ പിടികൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്നത്. ഒരു സ്റ്റേഷനിലെ സംഭവമാണെങ്കിൽ പോലും കൃത്യമായ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലാണ് ഇങ്ങനെ വീഴ്ച വരുന്നത്. ഒരുപക്ഷെ ഈ പ്രതികൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇങ്ങനെ പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ അളവ് കുറച്ചെഴുതുകയോ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താതെ പോവുകയോ ചെയ്യുമ്പോൾ അത് പ്രതികൾക്ക് അനുകൂലമായി മാറുന്ന, നിയമപരമായി അവർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ചില സംശയങ്ങൾ ഈ പോലീസ് നടപടിയെ കേന്ദ്രീകരിച്ച് ഉയരുന്നതും. ടോം. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മഞ്ചേരിയിൽ 4 STPI പ്രവർത്തകർ NIA കസ്റ്റഡിയിൽ. STPI തൃക്കലങ്ങോട് ആനക്കോട്ടുപുറം ബ്രാഞ്ച് സെക്രട്ടറി ഇർഷാദ്, കിഴക്കേത്തല ബ്രാഞ്ച് അംഗം ഖാലിദ്, സെയ്തലവി, ചെങ്ങര ഷിഹാബ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം മഞ്ചേരിയിലെത്തിയത്. ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയെന്ന് NIA സംഘം പറഞ്ഞതായി പിടിയിലായ STPI പ്രവർത്തകൻ ഇർഷാദിന്റെ അമ്മ പ്രതികരിച്ചു. ചെറിയ 4 കുട്ടികളാണ് അവനെ കൊണ്ടുപോകലെന്ന് പറഞ്ഞത്. അപ്പോൾ മോനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഞങ്ങളോടെ ഒന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ടെന്ന് അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓൻ താഴത്ത് വീട്ടിലേന്, ഇവിടെ ഇത് ഞങ്ങളെ തറവാടാണ്. അവർ എത്ര ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു പോലീസ്? ഒരു 8 ആളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. വണ്ടിയിലുണ്ട്. മോനെ വണ്ടി കയറ്റി വന്നതിന് ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടില്ല. നിങ്ങൾ അമ്മയാണോ? ഞാൻ അമ്മയാണ്. എൻ്റെ വലിയ മോനാണ്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, പാലക്കാട് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ 3 വർഷം ആവുകയാണ്. ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം NIA ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു NIA ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 4 പേരും നിലവിൽ മറ്റ് കേസുകളൊന്നും പ്രതിയായിട്ടുള്ളവരല്ല എന്നാണ് SDPI നേതൃത്വമൊക്കെ പറയുന്നത്. പക്ഷേ പാലക്കാട് കേസിൽ പ്രതികളായവർക്ക് ഇവർ സഹായം ചെയ്തിട്ടുണ്ട് എന്ന സംശയമാണ് NIA ഇവരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 2 പേർ സ്വർണ്ണപ്പണി ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണവും ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പണം ഇടപാടുകൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. അതിലുപരിയായിട്ട് ഒരുപക്ഷെ ഈ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസൻ കേസിലെ പ്രതികളുമായിട്ട് ഇവർക്ക് പരോക്ഷമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും NIA പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒളിവിൽ പോകാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ഇവരുടെ ഭാഗത്തുനിന്ന്
ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇപ്പോൾ ഇവർ മുൻപ് നേതൃത്വത്തിലുള്ളവരെയാണ് NIA ഇവിടെ വന്ന് പരിശോധനകൾ വിധേയമാക്കി ഓഫീസിലേക്ക് റെയ്ഡ് നടത്തുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് 4 സാധാരണ പ്രവർത്തകരെയാണ് തവണ കസ്റ്റഡി എടുത്തുള്ളത്. അപ്പോൾ ഈ ഒരൊറ്റ കേസ് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് എന്നാണ് ഇതുവരേക്കുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. NIA കൊച്ചി യൂണിറ്റാണ് ഇവരെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ഇനി ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തുമോ അതോ മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ NIA ഭാഗത്ത് നിന്ന് തന്നെ വ്യക്തമാകേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അതീവ രഹസ്യമായി NIA എല്ലാ നീക്കങ്ങളും അതീവ രഹസ്യമായിട്ടാണ്. സമാന സ്വഭാവം തന്നെയാണ് ഈ ഒരു നീക്കത്തിലുണ്ടായത്. പുലർച്ചെ 3 മണിയോടെ ഇവരെ 4 പേരുടെയും വീടുകളിലേക്ക് എത്തി അവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം. ഈ കേസിൽ മറ്റൊരാളെ കൂടി പിടികൂടാനുണ്ട്. അയാൾ ഈ വിവരമറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇന്ന് പുലർച്ചെ വരെ 8 മണി വരെ തുടർന്നിരുന്നു. പക്ഷേ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാണെങ്കിലും അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ തിരിച്ചയക്കുമെന്നൊരു വാക്കാണ് വീട്ടുകാരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നാണ് പിടികൂടിയ യുവാക്കളുടെ കുടുംബം വ്യക്തമാക്കിയത്. പാലക്കാട് ശ്രീനിവാസൻ വധം നടന്ന് ഇത്രയും വർഷമായിട്ട് താഴെ ഈ പിടി നിലവിലെ NIA കസ്റ്റഡിയിലെടുത്തവരാരും SDPIയുടെ നേതൃനിരയിലുള്ളവരല്ല, പ്രാദേശിക ഘടകത്തിലുള്ളവരാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നടപടികളിലേക്ക് NIA കടന്നത്? ഈ പ്രതികൾക്ക്, ഈ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ഇവർ സഹായം ലഭിച്ചത് ഏതെങ്കിലും രീതിയിൽ നൽകി എന്ന എന്തെങ്കിലും കണ്ടെത്തൽ, അത്തരം സൂചനകൾ എന്തെങ്കിലും NIAക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള സൂചനകൾ തന്നെ ആയിരിക്കാം ഈ ഒരു നടപടികൾക്ക് കാരണം എന്ന് വേണം കരുതാൻ. കാരണം പലരും വർഷങ്ങളോളം ഒളിവിലായിരുന്നു. അതും ഈ മേഖലയുമായി ബന്ധപ്പെട്ട പല പ്രദേശങ്ങളും അവിടെ ഒളിവിൽ താമസിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് ഒളിവിൽ പോകാനുള്ള സഹായം, അതല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ സ്വർണം പണിക്കാരാണ്. അപ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ പല തരത്തിൽ ഇവർ പോലും അറിയാതെ ഒരുപക്ഷെ ഇത്തരം ഓപ്പറേഷൻസിലൊക്കെ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇന്ന ആൾക്ക് അത് ചെയ്തു കൊടുക്കൂ എന്ന നിർദ്ദേശമായിരിക്കും വരിക. ആർക്കാണ് ചെയ്ത് കൊടുത്തതെന്ന് പോലും ചെയ്യുന്ന ആൾ അറിയുന്നുണ്ടായിരിക്കില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ്റെ രീതിയൊക്കെ അത്തരത്തിലാണ് എന്നത് മുൻകാല ചരിത്രങ്ങൾ പല കേസുകളുടെയും പരിശോധന നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവർ പോലും അറിയാതെ അവർ സഹായിച്ചതാണോ അതോ അവരുടെ അറിവോടെ തന്നെ അവർ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും NIAക്ക് കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞില്ല. NIAയുടെ കാര്യമായതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തുതന്നെയാണെങ്കിലും ഈ ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അനുമോദ്, ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അനുമോദ് സൂചിപ്പിച്ചു സ്വർണ്ണ പണി ചെയ്യുന്നവരാണ് ഇതിൽ 2 പേരെന്ന്. മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകൾ ഇതിനു മുൻപ് ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും കേസുകൾ ഇവർക്കെതിരെ നിലവിലുള്ളതാണോ? നിലവിൽ നമ്മൾ അന്വേഷണത്തിൽ അത്തരത്തിലുള്ള കേസുകളൊന്നും ഇവർക്കെതിരെ ഉള്ളതായിട്ട് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നോ മറ്റേതെങ്കിലും മലപ്പുറത്ത് മറ്റേതെങ്കിലും സ്റ്റേഷനിൽ നിന്നോ വിവരം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ SDPയുടെ നേതൃത്വമാണെങ്കിലും ഇവരുടെ പേരിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായി ഇവർ എല്ലാവരും ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായതായിട്ടോ വിവരവും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒരു ശൃംഖലയുടെ ഭാഗമായ കണ്ണികളാകാം ഒരു കുറ്റകൃത്യം നടന്നതിൻ്റെ തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ആ ശൃംഖലയുടെ കണ്ണികളാകാം ഇവർ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് ഇനി ലഭിക്കേണ്ടതുള്ളത്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ വീണ്ടും സാഹസിക ഡ്രൈവിംഗ്. മൂന്നാർ ലോക്ഹാർട്ട് എസ്റ്റേറ്റിന് സമീപമാണ് കാറിൽ യുവാക്കളുടെ സാഹസിക പ്രകടനം. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള കാറിന്റെ വിൻഡോയിലിരുന്നായിരുന്നു യുവാക്കളുടെ അപകടകരമായ യാത്ര. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, മൂന്നാറിലിത് പതിവായിട്ടുള്ള കാഴ്ചയാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടികൾ സ്വീകരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നൽകുമെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള കാറിൻ്റെ വിൻഡോയിലിരുന്നാണ് യുവാക്കൾ ഈ സാഹസിക യാത്ര നടത്തിയതെന്ന
വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസിൻ്റെയോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി ഉണ്ടാകുമോ? ടോം, നിലവിൽ വീഡിയോ ദൃശ്യങ്ങളടക്കം ലഭിച്ച സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഗതാഗത വകുപ്പ് നടപടിയിലേക്ക് നീങ്ങുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ദൃശ്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ നടപടികളുള്ളൂ എന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. മുൻപ് പ്രത്യേകിച്ചും ഗ്യാപ് റോഡിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ പതിവായി നടന്നിരുന്നു. അത് അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെയൊക്കെ വലിയ പരാതി വരികയും ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതോടെ ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതോടെ ഗ്യാപ് റോഡിലെ സാഹസിക യാത്രയ്ക്ക് അല്പം കുറവ് വരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് മൂന്നാറിന് സമീപ പ്രദേശങ്ങളിൽ മൂന്നാറിൽ ടൗണിനോട് ചേർന്നുള്ള ഗ്യാപ് മാട്ടുപ്പെട്ടി റോഡ്, ഒപ്പം പള്ളിവാസൽ റോഡ് തുടങ്ങിയ പാതകളിലൊക്കെ വീണ്ടും ഇത്തരത്തിലുള്ള യാത്രകൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ പള്ളിവാസലിൽ സമാനമായ ഒരു യാത്ര സംഭവിച്ചിരുന്നു. ഇത് പ്രത്യേകിച്ചും ഗ്യാപ് റോഡ് ഉള്ള ദേശീയപാതയിൽ വീതി കൂടിയുള്ള പ്രദേശങ്ങളാണ്. എന്നാൽ മാട്ടുപ്പെട്ടി പാതയും മറയൂർ പാതയും നിലവിൽ മൂന്നാറിൽ നിന്ന് പള്ളിവാസൽ വഴിയുള്ള അടിമാലിയിലേക്ക് പോകുന്ന പാതയും ഒക്കെ താരതമ്യേന വീതി കുറവും എന്നാൽ വാഹനങ്ങളുടെ എണ്ണം കൂടുതലുമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇത്തരം യാത്രകൾ വലിയ അപകട സാധ്യത വർദ്ധിപ്പിക്കും, ഇടവരുത്തും. പ്രത്യേകിച്ചും മറ്റു വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ ഇനി വിനോദസഞ്ചാര സീസൺ ആരംഭിക്കാൻ പോകുന്നു. പ്രത്യേകിച്ചും അവധിക്കാലം ആരംഭിക്കുന്നു. മധ്യവേനൽ അവധി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ തോതിൽ സഞ്ചാരികൾ ഇവിടേക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകൾ കൂടുതൽ ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്ന സാധ്യത കൂടിയുണ്ട്. വ്യക്തമാണ്. മൂന്നാറിലാണ് യുവാക്കളുടെ സാഹസിക യാത്രൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രിൻസ് ജെയിംസ് ഇടുക്കിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കൊല്ലം കുളത്തൂപ്പുഴയിലെ ഒരു വാർത്തയിലേക്കാണ്. കുളത്തൂപ്പുഴയിൽ ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 11-ാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഏഴംകുളം സ്വദേശിയും ഡ്രൈവറുമായ സന്തോഷ് കുമാറിനെയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രദേശവാസിയായ ദീപക്കാണ് ആക്രമണം നടത്തിയത്. ഈ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, മാരകായുധവുമായി എത്തി ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. ഇതിന്റെ കാരണം എന്തായിരുന്നു? ടോം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ദീപക് എന്ന ആളാണ് ഈ ഒരു അക്രമം നടത്തിയിരിക്കുന്നത്. അത് ഒരു വ്യവസായ സ്ഥാപനത്തിലാണ് ഇത്തരം അക്രമ സംഭവം ഉണ്ടായത്. ആ സ്ഥാപനത്തിലെ ഡ്രൈവറെയാണ് ഇയാൾ ഇങ്ങനെ അക്രമം നടത്തുന്നത്. കയ്യിലൊരു വലിയൊരു വെട്ടുകത്തിയും കാണാൻ കഴിയും. ദൃശ്യങ്ങൾ വ്യക്തമാണ്. വെട്ടുകത്തി ഉപയോഗിച്ച് അയാളെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ അയാൾ കുതിരി മാറുന്നത് കൊണ്ടാണ് വലിയ രീതിയിൽ അദ്ദേഹത്തിന് വെട്ടേൽക്കാതെ വന്നത്. എന്തായാലും അയാളുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ അക്രമി പിടികൂടി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അയാൾ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. കൊല്ലത്ത് നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഒരു ചെറിയൊരു പ്രകോപനത്തിന്റെ പേരിൽ ഡ്രൈവറെ പ്രദേശവാസിയായ ദീപക് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആയുധവും, അതായത് വെട്ടുകത്തി കൊണ്ട് വീശുന്നുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് ആ ഡ്രൈവർ രക്ഷപ്പെട്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.